ഫിലിമിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു പോവാണ് അത് വലിയ വലിയ ആൾക്കാരാണ് അവരെ കൂടെ ടാസ്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പഠിച്ചു സത്യത്തില് അപ്പുവിന്റെ കൂടെ പഠിക്കാനുള്ളത് ഏറ്റവും എന്താ പറയുന്നത് സിമ്പിൾ ആയിട്ട് മാത്രമല്ല ഒരു ആക്ടർ എന്ന നിലയില് പെർഫെക്റ്റ്ലി ആ സ്ക്രിപ്റ്റ് ബൈ ഹാർട്ട് ആണ് അപ്പു. അപ്പം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഇംപ്രൂവൈസ് ചെയ്യാനാണെങ്കിൽ അപ്പു റെഡിയാണ് അതിന്. അല്ലാതെ ഒരു ചിലപ്പം നമുക്ക് ലൈൻസ് അറിയില്ലെങ്കിൽ ഇംപ്രൂവൈസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമാകും, കുറെ ടേക്സ് ഒക്കെ പോകും. അതേപോലെ ധ്യാൻ ഭയങ്കര നിങ്ങളൊക്കെ കാണുന്ന ഒരു ഇന്റർവ്യൂ സ്റ്റാർ മാത്രമല്ല, നല്ലൊരു നടനാണെന്നും കൂടി ഒരു മികച്ച നടനാണെന്നും ഈ സിനിമ കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും. അപ്പോൾ ധ്യാനിന്റെ കൂടെ ചെയ്യുന്ന ഓരോ സിനിമയും ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 പടം കൂടി ഒരുമിച്ചാണ്. അപ്പോൾ അതിനൊക്കെ സിമ്പിൾ ആയിട്ട് വന്നിട്ട് നമുക്ക് അറിയുന്നില്ല ഞാൻ എപ്പോഴാണ് മുന്നോട്ട് ചെയ്യുന്നത്, ഞാൻ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. അതൊക്കെ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നിവിൻ പോയിന്റ് ഒരു തിരിച്ചുവരവുണ്ട്, ശരിക്കും അതെങ്ങനെ ഉണ്ടായിരുന്നു? നിവിനേട്ടൻ എവിടെയും പോയിട്ടില്ല. നല്ല സിനിമകള് സംഭവിക്കുമ്പോഴൊക്കെ നിവിനേട്ടന്റെ സിനിമകള് ഹിറ്റാവുന്നു. അപ്പൊ ഏതൊരു ആക്ടറിന്റെ കരിയറിലും ഒരു പ്രത്യേകിച്ച് അവരൊരു വലിയൊരു സ്റ്റാർ ആയി കഴിയുമ്പോഴത്തേക്കും ഒരു കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് കരിയറാണ്. പക്ഷെ നമ്മള് ഒരാളെ ബോഡി ഷെയിം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരാളെ തല്ലിൽ കഴിയുമ്പോഴൊക്കെ കളിയാക്കുമ്പോഴൊക്കെയാണ് നമുക്ക് സങ്കടം. ഇയാളെത്തന്നെയാണോ ഇദ്ദേഹത്തെയാണല്ലോ നമ്മൾ ഇത്രയും വിസിലടിച്ച് കൈയടിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിച്ചത്. പെട്ടെന്നൊരു എന്താ ഒരു ശരീരത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ആളുകളെല്ലാവരും കൂടി അങ്ങ് ഡീഗ്രേഡ് ചെയ്യുന്ന പരിപാടി അത് വളരെ മോശമാണ്. നമ്മൾ അതിനെക്കുറിച്ച് വലുതായിട്ട് സംസാരിക്കും. പക്ഷെ അതിനുശേഷം സിനിമയ്ക്ക് വരുമ്പോഴത്തേക്കും അവരെ മറ്റുള്ള അങ്ങനല്ല വേണ്ടത്. ഇന്ന് ഈ സിനിമ കാണുമ്പോഴത്തേക്കും വിനീതേട്ടൻ തന്നെ ഇതിനു വേണ്ടി എഴുതി വെച്ച ആ ഡയലോഗ്സ്, ആ സംഭാഷണങ്ങൾ തിരിഞ്ഞാലും പറയുമ്പോഴത്തേക്കും എന്താ പറയുക മനസ്സിൽ തട്ടി പറയുമ്പോഴേക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം വിനീതേട്ടൻ അതൊരു ഭയങ്കര പെർഫോം ചെയ്യുന്നത്. ഇപ്പം ബേസിലിനകത്ത് പറയുന്നുണ്ടല്ലോ മാജിക് ഓഫ് സിനിമ. അത് തന്നെയാണ് ഈ സിനിമയുടെ പഞ്ച് ലൈൻ നിൽക്കുന്നത്. സിനിമയുടെ മാജിക്കാണ് മാജിക് തരുന്നത്. അത് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ആകത്തിരിക്കുമ്പോഴത്തേക്ക് ആ കൈയുടെയും എല്ലാവരുടെയും കണ്ണു നനയുമ്പോഴേക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.